ഇപ്പോൾ ഇവർ AI വോയിസാണ്, അതായത് ഞങ്ങളൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ ഏറ്റവും LKG കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വോയിസിൽ ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഈ വീട്ടിലെ വ്യക്തികൾ ഓരോരുത്തരുടെ വോയിസും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇത്ര സീറ്റ് വ്യത്യാസത്തിൽ നമുക്കിത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സംഭവത്തെക്കുറിച്ച് 10-12 മിനിറ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണത്? വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം, അതായത് ഏക്ക് പോലും അറിയാത്ത തെറികളടക്കം ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂർ സ്ലാങ്ങിൽ AI എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കിതുവരെ ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ AI ഓഡിയോ എഞ്ചിനീയേഴ്സുമാരായിട്ട് ഞങ്ങൾ 2-3 ദിവസമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഈ ഓഡിയോ അയച്ചിട്ട് ഇത് പ്രൂവനാണ്, അതായത് ഈ ഒരു സംഭവം AI വെച്ചുണ്ടാക്കിയ വോയിസുകളല്ല എന്നുള്ളത് പ്രൂവനാണ്. ഇവരിതിൻ്റെ പിന്നിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ AI, ഞാൻ പറഞ്ഞില്ലേ, ഓഡിയോ എഞ്ചിനീയർമാരാണ് ഇതിൻ്റെ പുറകിലിരിക്കുന്നത്. അതായത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിക്കണോ, അല്ലെങ്കിൽ നിങ്ങളതിൽ കുത്തിക്കയറ്റിക്കണോ, അല്ലെങ്കിൽ നിങ്ങളത് മാറ്റം വരുത്തി ഉണ്ടാക്കണം എന്നൊക്കെ അറിയാനുള്ള ടെക്നിക്കുകളും സോഫ്റ്റ്വെയറും സാങ്കേതിക വിദ്യയുള്ള 2026 സൈബർ ലോകത്ത് നമ്മൾ ജീവിച്ചു പോണത്. അപ്പോൾ ഇവർ പറയണ ഈ AI വോയിസിൽ യാതൊരു, അതായത് ഒരു തരത്തിലും 100%-ൽ 1% പോലും ന്യായമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും ഇന്നത്തെ കാലത്തെ AIക്ക് ഇനി ചിലപ്പം 2055-ലോ 60-ലോ ചിലപ്പോൾ പറ്റിയേക്കാം. പക്ഷേ ഇന്നത്തെ കാലത്തെ AIക്ക് ഒരിക്കലും ആ ഇന്ന വ്യക്തികളുടെ കൃത്യമായ ശബ്ദം, അതായത് ഞങ്ങളെ ശബ്ദം അടക്കണ്ട്, ഞങ്ങളെ ശബ്ദം AIക്ക് കൊടുക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. അതായത് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു പാട്ട് ഫുള്ളി AI ജനറേറ്റർ ഒരു പാട്ട് നമ്മൾ ഇറക്കാം. ഇപ്പോൾ ഒരുപാട് നേതാക്കന്മാരുടെ സൗണ്ടിൽ, ക്രിസ്ത്യാനോൻ്റെ സൗണ്ടിൽ, മെസ്സിൻ്റെ സൗണ്ടിലൊക്കെ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇതിൽ സംഗതികൾ വരുന്ന ഭാഗം, അതായത് പാട്ടിൽ നീട്ടി പോകേണ്ട ഭാഗങ്ങളിലൊക്കെ ഡെസിബൽ കാര്യങ്ങൾ, അതായത് ഈ രീതികളൊക്കെ മാറും AI ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ നമ്മളതൊന്നും വരാതെ നമ്മളെ വോയിസ് ജനറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഭംഗിയുള്ള പാട്ട്, അതായത് മാറ്റങ്ങളും മാറ്റൊലികളൊക്കെ ഉള്ളൊരു പാട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ഞങ്ങൾ ഒരു കൊല്ലമായിട്ട് ഒരു AIൻ്റെ പുറകിലുണ്ട്. അതായത് ഇതുവരെ നമുക്ക് പറ്റുന്നില്ല. അതായത് ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഈ ഒരു AI വോയിസ് ഉണ്ടാക്കാൻ ഞങ്ങളെ സ്വന്തം വോയിസ്, ഞാൻ വലിയ ഏറ്റവും പെയ്ഡായിട്ടുള്ള AI സോഫ്റ്റ്വെയർ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് പോലും ഈ ഒരു പാട്ട് ഞങ്ങളെ ശബ്ദത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാലത്ത് കണ്ണൂർ സ്ലാങ്ങിൽ 10-15 ആൾ ഒരു റൂമിലിരിക്കണം, ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവണം, അതിനെ വിമർശിക്കണ തരത്തിൽ, അല്ലെങ്കിൽ അതിനെ വളരെ 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 കുടുംബത്തിൽ കയറ്റാത്ത വണ്ണം മോശമായ രീതിയിൽ കയറ്റാൻ പറ്റാത്ത വണ്ണം എല്ലാ സ്ത്രീകളെയും, മൊത്തം സ്ത്രീകളെയും ഉമ്മമാരെയും യുവതികളെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു വോയിസ് ഇപ്പോഴത്തെ കാലത്ത് AI ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഞാനൊരു ബർക്കത്തായിട്ട് കൂട്ടിയൊരു കാര്യമുണ്ട്. അതിപ്പോൾ ഞാൻ നമ്മളെ ചെക്കന്മാരോടൊക്കെ പറയേണ്ടത്. അപ്പോൾ ഈ വ്യക്തികൾ നമ്മളെ ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്ന് ഇവർ വളരെ നല്ല രീതിയിൽ ഇതിൽ പോണ വ്യക്തികളാണ്, ഈ ഫീൽഡിൽ നല്ല രീതിയിൽ പോണ. അന്ന് പുറത്തേക്ക് കേട്ടോ, ഉള്ളിൽ ഇപ്പോൾ ഇവർ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളും വന്ന സമയത്താണ് നമുക്കറിയണത്. അപ്പം നമ്മൾ ക്ഷണിച്ച ക്ഷണം എന്തൊക്കെയോ തട്ടി പോയി. ഞാൻ കൊച്ചിയിൽ പോയ പല സമയത്തും എനിക്ക് പല തിരക്കുകളുണ്ടായിട്ട് ഞാൻ പോകണം വിചാരിച്ചതായിരുന്നു. പല തിരക്കുകളുണ്ടായിട്ട് ഇന്നെ അവിടെ പടച്ചോൻ എത്തിച്ചില്ല. പിന്നെ ഈ വ്യക്തികളായിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച്, നമുക്ക് എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് മാച്ച് ഇടാം, നമ്മളെപ്പോഴും ക്രിക്കറ്റ് കളിക്കണം, ഇവരെ കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ മാച്ചും പടച്ചോൻ നടത്തിച്ചില്ല. പിന്നെ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ഒരുമിച്ച് എവിടുന്നേലും നോമ്പ് തുറക്കാന്നുള്ളത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഇതും ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നോമ്പ് തുറക്കാം. പക്ഷേ എന്തൊക്കെയോ തിരക്കിൽ നമ്മൾ നോമ്പ് തുറവിയിലും ഇവരെ കൂടെ പങ്കെടുത്തില്ല. അതുപോലെ തന്നെ ഒരു ഉമ്മമ്മ ഇവരുടെ ലൈവിലും കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്ത് നമ്മൾ ഒരുപാട് കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ പനിച്ച് കടന്നു തുടങ്ങിയത്. അപ്പം ഏതൊക്കെ തരത്തിൽ ഇവരെ കോൺടാക്ട് ചെയ്തു, അതിനൊക്കെ പടച്ചോൻ ഇന്നെ മാക്സിമം, എനിക്ക് അതിൽ പടച്ചോനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം അതിൻ്റെ മേൽ കാര്യമില്ലല്ലോ. അപ്പോൾ പടച്ചോൻ ഇന്നെ എല്ലാത്തിനും തട്ടി മാറ്റി. അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഇരിക്കുമ്പോൾ ബാക്കൊക്കെ ചിന്തിച്ച് നോക്കി, ഒരു സംഭവത്തിലും പടച്ചോൻ എനിക്ക് ഡേറ്റ് തന്നില്ല. അതായത് നേരിട്ട് കാണാനുള്ള ആ ഡേറ്റ് ആകെ നമ്മൾ മീറ്റ് ചെയ്തത് 2 പ്രോഗ്രാംസിനാണ്. കാരണം പ്രോഗ്രാംസ് ഞാനല്ല ചാർട്ട് ചെയ്യുക, ഒരു ഇവൻറ്റ് കമ്മിറ്റി ചാർട്ട് ചെയ്യുമ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് അവിടെ വരികയാണെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ഒബ്ജക്ഷൻസ് പറയാൻ പറ്റില്ല. ഇന്ന ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കൂടെ ഞാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പരിപാടി എന്താണോ അത് എടുത്ത് പോകുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരെ കൂടെ നമ്മൾ പങ്കെടുത്ത സ്റ്റേജിലും നമ്മളെ മുമ്പോ ശേഷമൊക്കെ ആയിട്ട് ഇവർ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്.